പാകിസ്ഥാൻ നോക്കി നിൽക്കെ ഇന്ത്യയും യുഎസും പാകിസ്ഥാനെതിരെ ഒരു കളി കളിച്ചിരിക്കുകയാണ്. തീവ്രവാദത്തിനെതിരെ ശക്തമായിട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇറാനും യുഎസും തമ്മിൽ പാകിസ്ഥാനിൽ സാധ്യമായ സമാധാന ചർച്ചകൾക്ക് മുന്നോടിയായി ഇന്ത്യയും യുഎസും അവരുടെ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വാഷിംഗ്ടൺ സന്ദർശന വേളയിൽ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം മുതൽ കൃത്രിമ ബുദ്ധി വരെയുള്ള വിഷയങ്ങളിൽ സമവായമുണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നമുക്കറിയാം, ഇറാനുമായിട്ടുള്ള യുദ്ധം പാകിസ്ഥാനാണ് മധ്യസ്ഥത നടത്തി അത് വെടിനിർത്തലിൽ കൊണ്ടെത്തിച്ചത് എന്നുള്ളൊരു കിംവദന്തി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്നാൽ ഇറാൻ അത് നിഷേധിച്ചു. ഇസ്രായേൽ ആണെങ്കിൽ പാകിസ്ഥാനെ വിരട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ ഒരു പടി കൂടെ കടന്ന് അമേരിക്കയുമായി പുതിയ നീക്കങ്ങൾ നടത്തുന്നത്. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറിയുമായിട്ടുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി അവലോകനം ചെയ്തു. നിർണായക ധാതുക്കളിലും പ്രതിരോധ വിഷയങ്ങളിലുമാണ് യോഗം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. തന്ത്രപരമായ ധാതുക്കളിലും പ്രതിരോധ മേഖലയിലും സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചു. കൂടാതെ ക്വാഡ് ഗ്രൂപ്പുകൾ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടന്നു. പാക്സിലിറ്റിക്ക് കീഴിലുള്ള AI നിർണായക സാങ്കേതിക വിദ്യകൾ എന്നീ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഊന്നൽ നൽകി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാർക്കോ റൂബിയോ അടുത്ത മാസം ഇന്ത്യ സന്ദർശിക്കുമെന്നുള്ളതാണ് മറ്റൊരു വമ്പൻ കാര്യമെന്ന് പറയുന്നത്. യുഎസിലെ ഇന്ത്യൻ അംബാസഡർ സെർജിയോ ഗോർ കൂടിക്കാഴ്ചയെ വളരെ ഫലപ്രദമായിരുന്നുവെന്ന് വിശേഷിപ്പിച്ചു. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അടുത്ത മാസം ഇന്ത്യ സന്ദർശിച്ചേക്കുമെന്ന് അദ്ദേഹം സൂചന നൽകി. ഈ ഉന്നതതല സന്ദർശനം ഇന്ത്യ യുഎസ് ആഗോള തന്ത്രപരമായ പങ്കാളിത്തത്തിന് പുതിയ ഊർജ്ജം നൽകുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.